ഇന്ന് നമുക്ക് ഒരു ഏത്തപ്പഴവും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൊണ്ട് ഒരു കിടിലൻ 4 മണി പലഹാരം തയ്യാറാക്കിയാലോ? വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എങ്കിൽ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാനിവിടെ നല്ലതായിട്ട് പഴുത്ത ഒരു വലിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ശർക്കര പാനി ചേർക്കാം. അരക്കപ്പ് ശർക്കര, അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ച് അരിച്ചെടുത്തതാണിത്. ഇതിലോട്ട് നമുക്ക് ഇനി ഒരു 3 ഏലക്ക തൊലി കളഞ്ഞെടുത്തതും പിന്നെ ഒരു 2 നുള്ളു ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത മിക്സ് നമുക്ക് ഇതുപോലൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ടുണ്ടല്ലോ നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ വെളുത്ത എള്ളും കൂടെ ചേർക്കാം. വെളുത്ത എള്ളിന് പകരം നമുക്ക് കറുത്ത എള്ള് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കൂടാതെ നമുക്ക് ഇതിലോട്ട് തേങ്ങാക്കൊത്ത് വറുത്തതും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഗോതമ്പ് പൊടിക്ക് പകരം ഉണ്ടല്ലോ മൈദ ചേർത്തിട്ട് ഇതുണ്ടാക്കാം കേട്ടോ. മൈദയെക്കാട്ടിലും ഗോതമ്പ് പൊടിയാണല്ലോ ഒന്നുകൂടെ ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ നമുക്ക് ഈ പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവിരിക്കാൻ കേട്ടോ. ഇനി ഇതിലോട്ടുണ്ടല്ലോ നമ്മൾ ചേർക്കുന്നത് സോഡാപ്പൊടിയാണ്. 2 നുള്ളു സോഡാപ്പൊടിയും കൂടെ ചേർക്കാം. ഈ സോഡാപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ 4 മണി പലഹാരത്തിന് വേണ്ട ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഒരു ചീനിച്ചട്ടിയിൽ നമ്മൾ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിരുന്നു. ഇപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. കുറേശ്ശെ മാവ് ഇതേ രീതിയിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. കൈ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടാതിരിക്കും. അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചാലും മതി കേട്ടോ. ഒരു വശം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴും നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നോക്കിക്കേ നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.